വരാം. ഡോക്ടർ നിത ഗോപാൽ, ഇപ്പം നോക്കൂ, ഇപ്പം മീനച്ചിലാറ്റിൽ 5 അടി ജലം ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ 22 അടിയിലേക്കൊക്കെ അതിന്റെ അളവ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പമ്പയാറിന്റെ ജലനിരപ്പ് ഉയർന്നു. പമ്പയാറിന്റെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇത്രയും വ്യാപകമായ ജനവാസ മേഖലയിലേക്ക് പരന്നൊഴുകിയിട്ട് പോലും പലയിടങ്ങളിലും 18 അടിയൊക്കെയാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. അത്രമേൽ ജലം എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നത് എന്നതാണ് അത്ഭുതം. ഒന്ന് നമ്മൾ ഈ ഒന്നോ രണ്ടോ സ്ഥലത്തല്ല ഇതുപോലെ അതിശക്തമായ മഴ പെയ്തിരിക്കുന്നത്. വ്യാപകമായിട്ട് അതിശക്തമായ മഴയാണ്. അപ്പൊ അത്രയധികം മഴവെള്ളമാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ ഒരു സമയത്താണ്. ഇന്നലെ ഏകദേശം ഒരു രാത്രി 9 മണിയോട് കൂടിയാണ് ഈ അതിശക്തമായ മഴ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു രാത്രിയിലെ ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂറിനകത്താണ് അതിശക്തമായ മഴ വ്യാപകമായിട്ട് പെയ്തത്. അപ്പോൾ അത്രയധികം മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാവകാശം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇതൊരു മിന്നൽ പ്രളയമാണ് എന്ന് പറയുന്നത്. ഇത് വളരെ പെട്ടെന്ന് വരുന്നു, വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കുന്നു. അങ്ങനെ അതാണ് മിന്നൽ പ്രളയം എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ കുറെ ദിവസം മഴ പെയ്ത് നദികളിൽ അടിക്കടി ജലനിരപ്പ് ഉയർന്നു വരുന്ന പ്രളയം എന്ന് പറയുന്നത് നമുക്ക് മുൻകരുതലുകൾ എടുത്ത് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യാതൊരു നോട്ടീസോ അല്ലെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ ടൈമോ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇത് വളരെ അപകടകാരിയാവുന്നത്. ഡോക്ടർ നിത, പക്ഷേ ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് എപ്പോഴൊക്കെ ഈ മഴപ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും അധികൃതരാണെങ്കിലും ഒക്കെ നൽകുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ പെയ്യുന്നു, എന്ത് ചെയ്യാനാണ്, പെട്ടെന്ന് മഴ പെയ്യുന്നു, എന്ത് ചെയ്യാനാണ്, വളരെ കൂടുതൽ അളവ് മഴ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടുന്നു. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമ്മള് എല്ലായ്പ്പോഴും പറഞ്ഞൊരു സാധാരണമായി പോയ ഒരു കാര്യമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ. അത് അത്ര സാധാരണ കാര്യമല്ല, നമുക്ക് അത്ര സാധാരണമായിട്ട് അവഗണിക്കാവുന്ന ഒരു കാര്യമല്ല. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് വായുവിൽ, അന്തരീക്ഷ വായുവിന് താങ്ങി നിർത്താൻ പറ്റുന്ന നീരാവിയുടെ അളവ് വളരെ കൂടിയത് കൊണ്ട് ഒരു പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് വന്ന് നമ്മൾ വെതർ എക്സ്ട്രീംസ് കൂടി എന്ന് പറയുന്നത്, ഇത് മഴ പെയ്യുമ്പോൾ അതിശക്തമായ മഴ പെയ്യുക, അതും ചെറിയൊരു സമയത്തേക്ക്, പിന്നെ അതിനുശേഷം കുറച്ചു നേരത്തേക്ക് മഴയൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോൺട്രഡിക്റ്റിംഗ് വെതർ പാറ്റേൺ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പാർട്ടാണ്. ഗ്ലോബൽ വാർമിങ്ങിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഒരു റിസൾട്ട് ആണത്. അപ്പൊ അതുകൊണ്ട് ഈ 2018 പ്രളയം മുതൽ നിന്ന് എല്ലാവരും വന്നു. പക്ഷെ 2018 പകരം അത് ഞാൻ 2016 പറയുള്ളൂ. കാരണം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം വന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമായിട്ടുള്ള ഹീറ്റ് വേവ് തുടങ്ങിയത് 2016 അതിനുശേഷമാണ് നമ്മൾക്ക് പല രീതിയിൽ ഇതുപോലെയുള്ള ക്ലൈമറ്റ് വെതർ എക്സ്ട്രീംസ് നമ്മൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാലത്തും ഈ വളരെ പെട്ടെന്ന് അതിശക്തമായ മഴ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഇനിയും അങ്ങോട്ടേക്ക് വരാനുള്ളത്. അപ്പൊ ഇതിനെ നമ്മള് മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തി നേരിടുക എന്നുള്ള ഒരു വഴിയേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മൾ മുന്നറിയിപ്പുകളൊക്കെ നൽകിയാലും ശേഖർ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മളുടെ വൾണറബിലിറ്റി, അല്ലെങ്കിൽ അപകട സാധ്യത വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു സീസണിൽ പോലും നമ്മൾ സേഫ് അല്ല. അതുപോലെ തന്നെ നമ്മളുടെ മലയോര മേഖലകൾ വളരെയധികം എന്താ പറയുക, അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്ക്, ഇപ്പൊ സാർ പറഞ്ഞാൽ 20-30 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അപകടം ഏകദേശം ഉറപ്പാണെന്നുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതൊരു കാലാവസ്ഥ മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ അതിന് മനസ്സിലാക്കി. ഡിബേറ്റ് വിത്ത് മാധു സജി.